നല്ല സിനിമകളുടെ പ്രേക്ഷകരെ തിയേറ്ററുകളിൽ നിന്ന് അകറ്റാൻ കോക്കസുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് സംവിധായകൻ സിദ്ദിഖ്. പ്രേക്ഷക പ്രശംസ നേടി ബോഡിഗാർഡ് മലയാളത്തിലേക്ക് നയൻതാരയുടെ മടങ്ങിവരവ്. മലയാളത്തിലേക്ക് നയൻതാര മടങ്ങിയെത്തിയിരിക്കുന്നു. ബോഡിഗാർഡിലൂടെ ചിരിയും പ്രണയവും ഇഴചേർന്ന് വീണ്ടും ഒരു സിദ്ദിഖ് ചിത്രം പ്രേക്ഷക പ്രശംസ നേടുമ്പോൾ നയൻതാരയുടെ മടങ്ങിവരവിനും അംഗീകാരം ലഭിക്കുകയാണ്. ദിലീപും നയൻതാരയും ഒന്നിച്ച ഈ ചിത്രത്തിൽ ഔസേപ്പച്ചൻ, എസ് കുമാർ, പ്രഭുദേവ തുടങ്ങിയവരും അണിയറയിൽ പ്രവർത്തിച്ചിരിക്കുന്നു. ജോണി സാഗരിക നിർമ്മിച്ച ചിത്രം കഴിഞ്ഞ ശനിയാഴ്ചയാണ് തിയേറ്ററുകളിലെത്തിയത്. ഇപ്പോൾ നയൻതാര മ്യാവൂൽ ടെലിഫോണിലൂടെ ചേരുന്നു. നയൻതാര, ആദ്യം തന്നെ സ്വാഗതം. ചിത്രത്തെക്കുറിച്ചുള്ള പ്രതികരണങ്ങളൊക്കെ കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളൂ? എല്ലാവർക്കും പടം വളരെ ഇഷ്ടമായിട്ടുണ്ട്. എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് പടത്തിനെ കുറിച്ച് പറഞ്ഞത്. വളരെ സന്തോഷമായിരിക്കുന്നു. ചിത്രത്തിൽ അമ്മു എന്ന ശ്രദ്ധേയമായ വേഷമാണ് ചെയ്തിരിക്കുന്നത്. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് സിദ്ദിഖാണ്. സിദ്ദിഖിനെ പോലുള്ള ഒരു മുതിർന്ന സംവിധായകന്റെ ചിത്രത്തിൽ അഭിനയിക്കാൻ ലഭിച്ചത് ഭാഗ്യമായി തന്നെ കരുതുന്നുണ്ടോ? ഡെഫിനറ്റ് ആയിട്ടും ഭാഗ്യമാണ്. കാരണം സിദ്ദിഖ് സാറിനെ പോലൊരു ആളിനെ ഞാൻ മീറ്റ് ചെയ്യുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം ഇത്രയും ജെന്യൂൻ ആയിട്ടും ഇത്രയും ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ്ങിനെ ഞാൻ ഈ കാലഘട്ടത്തിൽ വന്ന് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ആൻഡ് ആസ് എ ഡയറക്ടർ ഹീസ് എ പെർഫെക്റ്റ് ഡയറക്ടർ. കാരണം ഇത്രയും ക്ഷമയുള്ളയും പിന്നെ എത്രത്തോളം മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതെ പുള്ളിയുടെ കാര്യങ്ങൾ പറയാൻ പറ്റും, അത്രത്തോളം അത് സൗമ്യമായിട്ടും പറയുന്ന ഒരാളാണ്. സോ ഡയറക്ടറായിട്ട് എല്ലാ പെർഫെക്ഷൻസും ഉള്ള ഒരു ഡയറക്ടറാണ്. ആൻഡ് സിദ്ദിഖ് സാറിനെ പോലെ ഒരു ഡയറക്ടറിനെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് തീർച്ചയായിട്ടും ഒരു ഭാഗ്യമാണ്. മലയാളത്തിൽ മമ്മൂട്ടി, മോഹൻലാൽ, തമിഴിൽ രജനീകാന്ത് വരെയുള്ള താരങ്ങൾക്കൊപ്പം നായികയായി അഭിനയിച്ച ഒരു നടിയെന്ന നിലയ്ക്ക് ദിലീപിന്റെ നായികയായി വരുമ്പോൾ എന്ത് പ്രത്യേകതയാണ് തോന്നിയത്? ഞാൻ അങ്ങനെ ഒരു ഹീറോസിനെ ഞാൻ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാറില്ല. കാരണം ഇത് മമ്മൂക്കന്റെ പടം അല്ലെങ്കിൽ രജനി സാറിന്റെ പടമാണ് അല്ലെങ്കിൽ ദിലീപേട്ടന്റെ പടമാണ്, അങ്ങനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാറില്ല. കാരണം എല്ലാ പടങ്ങളും എനിക്ക് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ പടത്തിനും എന്തുമാത്രം സിൻസിയറിറ്റി നമ്മൾ ഏത് പടത്തിനും ചെയ്യുന്നു, എല്ലാ പടത്തിനും അതുപോലെ തന്നെ സിൻസിയറായിട്ടാണ് വർക്ക് ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ദിലീപേട്ടന്റെ പടത്തിന് എന്ത് ഡിഫറൻസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ വർക്ക് വൈസ് എന്ത് ഡിഫറൻസ് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ദിലീപേട്ടന് പറഞ്ഞിട്ട് ഫാമിലി പോലാണ്. എന്റെ അച്ഛനും അമ്മയ്ക്കും എനിക്കും ഒക്കെ ഫാമിലി പോലാണ് ദിലീപേട്ടന്. സോ അത് വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു റിലേഷൻ അത്രയും നന്നായിരുന്നു. അതുകൊണ്ട് അത്രയും കംഫർട്ട് ലെവൽ ഉണ്ടായിരുന്നു വർക്ക് ചെയ്യുമ്പോൾ. മലയാളത്തിലേക്ക് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് മടങ്ങിയെത്തുന്നത്. ഇതിനിടയിൽ 2020 ഒരു നൃത്തരംഗത്തിലാണ് നയൻതാരയെ കണ്ടത്. എന്തുകൊണ്ട് മലയാളത്തിലേക്ക് മടങ്ങി വരാൻ മടിക്കുന്നു? അല്ലെങ്കിൽ നല്ല വേഷങ്ങൾ കിട്ടാഞ്ഞിട്ടാണോ? തീർച്ചയായിട്ടും നല്ല വേഷങ്ങൾ കിട്ടാഞ്ഞിട്ടാണ്. കാരണം എനിക്ക് വന്നിരിക്കുന്ന കുറെ പടങ്ങൾ മലയാളത്തിൽ നിന്ന് വന്നത് എല്ലാം കമേഴ്ഷ്യൽ പടങ്ങളായിരുന്നു. കമേഴ്ഷ്യൽ പടങ്ങളാകുമ്പോഴത്തേനും അത് തന്നെയാണ് നമ്മൾ തമിഴിൽ ചെയ്യുന്നതും. വളരെ കുറവായിട്ടുള്ള റോളുകളാണ് ഹീറോയിൻസിന് വരുന്നതും. പിന്നെ അത് തന്നെ ഞാൻ മലയാളത്തിൽ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നാവില്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ മലയാളം സിനിമയ്ക്ക് തന്നെ ഒരു സത്യസന്ധത ഉണ്ടാവും. അതിനാണ് ഏറ്റവും കൂടുതൽ മറ്റ് രാജ്യങ്ങളും മറ്റ് ഇടത്തുകളൊക്കെ റെസ്പെക്ട് കൊടുക്കുന്നത് മലയാള സിനിമയ്ക്ക്. അത് ഇല്ലാത്ത പടങ്ങൾ വരുമ്പോൾ എനിക്കത് തീരെ താല്പര്യമില്ലാത്ത കാര്യമായിരുന്നു അത് ചെയ്യാനായിട്ട്. അപ്പം ഇതുപോലെ ബോഡിഗാർഡിന്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പോഴാണ് എനിക്ക് അത്രയും ഇഷ്ടം തോന്നിയത് ആ പടം എടുക്കണം. കാരണം അത്രത്തോളം സോൾ ഉണ്ടായിരുന്നു ആ പടത്തിന്. അതിന് ആ പടത്തിന് ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, ആ ഒരു വാല്യുബിൾ പോയിന്റ് ഉണ്ടായിരുന്നു. അതൊരു ലവ് സ്റ്റോറിയാണ്. അത്രയും നല്ലൊരു ക്ലൈമാക്സ് ഉള്ള ഒരു പടമാണ്. സോ അത്രയും എല്ലാ കാര്യങ്ങളും ഒത്തുചേർന്ന ഒരു പടമാകുമ്പോൾ അതുപോലത്തെ ഒരു പടം ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ അത് നടക്കുകയും ചെയ്തു. ഒരുപക്ഷെ ഇനി ബോഡിഗാർഡിന് കൈയടിക്കുന്ന പ്രേക്ഷകർ സ്വാഭാവികമായും ആലോചിക്കുന്നുണ്ടാവും, നയൻതാര ഇനി എപ്പോൾ അടുത്ത വരവ് എപ്പോഴാണ് മലയാളത്തിലേക്കെന്ന്? എപ്പോഴാണ് അത് പറയാൻ പറ്റില്ല. എപ്പം ഇതുപോലത്തെ നല്ല കഥാപാത്രങ്ങൾ വരുന്നോ, എപ്പോ ഇതുപോലത്തെ നല്ല സിനിമകൾ വരുന്നോ അപ്പൊ മാത്രമേ ചെയ്യുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു മലയാള പടത്തിൽ അങ്ങനെ കാണാൻ പറ്റില്ല. ഇപ്പോൾ ഏത് ചിത്രത്തിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ആര്യയുടെ പടമാണ്. അത് കുംഭകോണത്തിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരു തെലുഗു പടമുണ്ട്. പിന്നെ ശ്യാം പ്രസാദിന്റെ ഒരു പടം ചെയ്യാനുണ്ട്. പിന്നെ വേറൊരു കന്നഡ പടം ചെയ്യുന്നുണ്ട്.
അവസാനമായി പ്രേക്ഷകരോട് ബോഡി ഗാർഡ് കാണാൻ ഒരുപക്ഷെ നായിക എന്ന നിലയിൽ പറയാനുണ്ടാവും. എന്താണ് മറ്റു വിശേഷങ്ങൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ഈ പടം കണ്ടിരിക്കണം. കാരണം ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ്. ഒരു വളരെ ഇന്നസെന്റ്, വളരെ ജെന്യൂൻ ആയിട്ട്, വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ആളാണ് ജയകൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പൊ അയാളുടെയും പിന്നെ വളരെ നോർമൽ ആയിട്ടുള്ള ഏത് പെൺകുട്ടിയെ പോലെയും സ്വപ്നങ്ങളും കാര്യങ്ങളും ഉള്ള, അതുപോലെ തന്നെ നോട്ടിനെസ്സും ഉള്ള ഒരു പെൺകുട്ടിയാണ് അമ്മു. ഇവരുടെ രണ്ടുപേരുടെയും പ്രണയത്തിന്റെ കഥയാണത്. അതുപോലെ ഒരുപാട് നല്ല നല്ല നിമിഷങ്ങളുണ്ട് പടത്തിൽ. ഒരുപാട് കോമഡി ഉണ്ട്, സോങ്സ് ഉണ്ട്, ഒരുപാട് ലൈഫ് ഉണ്ട് ആ പടത്തില്. അപ്പം എല്ലാവർക്കും, എല്ലാ ഓഡിയൻസിനും, എല്ലാ ഫാമിലിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആണ് ആ പടത്തിലുള്ളത്. സോ എല്ലാവരും പോയി കാണുമ്പോൾ അവർക്ക് എല്ലാവർക്കും കണക്ട് ആവും ആ പടം. നമുക്ക് നമ്മുടെ ലൈഫ് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒരു പ്രാവശ്യം ഈ പടം പോയി കണ്ടിരിക്കണം എന്നാണ് അപേക്ഷിക്കുന്നത്. വളരെ നന്ദി നയൻതാര. മ്യാവുമായി സംസാരിച്ചതിന്. വീണ്ടും മലയാളത്തിൽ നിന്ന് നല്ല കഥാപാത്രങ്ങൾ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല സിനിമകളിൽ നിന്ന് പ്രേക്ഷകരെ അകറ്റാൻ മലയാളത്തിൽ പ്രത്യേക സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് സംവിധായകൻ സിദ്ദിഖ് പറഞ്ഞു. തിയേറ്ററുകളിൽ അനാവശ്യമായി പ്രേക്ഷകരെ ശല്യം ചെയ്യുന്നത് സിനിമയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഈ സംഘങ്ങളാണ്. എന്നാൽ ഇത്തരം കോക്കസുകളുടെ പ്രവർത്തനം കൊണ്ട് നല്ല സിനിമകൾ പരാജയപ്പെടില്ലെന്നും സിദ്ദിഖ് ഇന്ത്യ വിഷന്റെ ഗുഡ് ഈവനിംഗ് കേരളത്തിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. വലിയൊരു ശക്തമായ ഒരു ലോബി ഈ തിയേറ്ററുകളിൽ വന്ന് ബഹളം ഉണ്ടാക്കുക, പ്രേക്ഷകരെ ഡിസ്റ്റർബ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ പ്രത്യേകിച്ച് എറണാകുളം കേന്ദ്രമാക്കിയുണ്ട്. അത് ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. കാരണം അതിനേക്കാൾ വലുതാണ് ബഹുഭൂരിപക്ഷം വരുന്ന പ്രേക്ഷകരുടെ ഇഷ്ടവും സ്നേഹവും ഒക്കെ എൻ്റെ സിനിമകളോട്. അതുകൊണ്ട് തന്നെയാണ് അതിനൊക്കെ മറികടന്ന് പോയിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമുക്ക് ഒരുപാട് സംവിധായകർ അത് പരാതി പറയുന്നുണ്ട്. അത് ഒരു അനാരോഗ്യകരം, അത് എൻ്റെ സിനിമയിലേക്ക് മാത്രം നിന്നിരുന്ന, അല്ലെങ്കിൽ എൻ്റെ സിനിമയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവം ഇതിപ്പോൾ മലയാള സിനിമയിൽ മൊത്തം അത് ബാധിച്ചിരിക്കുകയാണ്. നല്ല സിനിമ ആസ്വദിക്കാൻ വരുന്ന പ്രേക്ഷകരെ അതിൽ നിന്ന് മാറ്റി അവരുടെ മൂഡ് ഡിസ്റ്റർബ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു കോക്കസ്, അത് ആരാണ് അതിന്റെ പിന്നിൽ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവർ വന്ന് തിയേറ്ററുകളിൽ വന്ന് ചുമ്മാ ബഹളമുണ്ടാക്കി മര്യാദക്ക് സിനിമ കാണാനുള്ള ഒരു അവസരം ഇല്ലാതാക്കുന്ന ഒരു പ്രവണത അത് മലയാള സിനിമയിൽ കണ്ടുവരുന്നു.